ജനുവരിയിലെ 2% DA മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കാൻ ബഡ്ജറ്റിൽ എല്ലാ സാധ്യതയുമുണ്ട്. ബഡ്ജറ്റിൻ്റെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെടുത്തി ബഡ്ജറ്റിന് വളരെ മുമ്പേ തന്നെ മുഖ്യമന്ത്രി UDF അനുകൂല കോൺഗ്രസ് അനുകൂലമായ സർവീസ് സംഘടനയുടെ യോഗത്തിൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന അവിടുത്തെ ഹാളിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട എൻജോയ് അസോസിയേഷൻ്റെ യോഗത്തിൽ തന്നെ പറഞ്ഞു, ഇപ്രാവശ്യം സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ചില പുതിയ പാക്കേജുകളും അജണ്ടകളും ഒക്കെ വരുമെന്ന്. എന്തായാലും ഇപ്പോൾ ഇന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഇന്നലെയൊക്കെ എയറിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പുറത്ത് വന്നിരിക്കുന്ന കാര്യം, 2% DA ജനുവരിയിലത്. DA എന്ന് പറയുമ്പോൾ DA എന്ന് പറയുമ്പോൾ പിന്നെ DR ഉണ്ടോ എന്നുള്ള ചോദിക്കുന്നത്. DAയും DRും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നേരത്തെ ഒരു പ്രശ്നം, ഈ അനുവദിക്കുമ്പോൾ മുൻകാല പ്രാബല്യം പറയാറില്ല, DA അരിയർ എങ്ങനെ കൊടുക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. 8 തവണയായി കൊടുക്കുമെന്ന് അവസാന കാലത്തൊരു ഉത്തരവ് ഇറങ്ങിയെങ്കിലും ആ ഉത്തരവിൻ്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വിശദമായ ഉത്തരവ് പിന്നെ ഇറങ്ങുമെന്നാണ്. അപ്പം ലീഡിങ് ഉത്തരവ് ഓർഡേഴ്സ് എന്നാണ് അതിന് പറയുന്നത്. ലീഡിങ് ഓർഡേഴ്സ്, അതായത് ഒരു ഓർഡർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അടുത്ത ഓർഡറിലേക്ക് ലീഡ് ചെയ്യുകയുള്ളൂ, അല്ലാതെ കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഒരു ഓർഡറിൽ ഉത്തരവ് പറയുന്നില്ല എന്നുള്ളൊരു വലിയ വിഷയം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അതിന് വിരാമമുണ്ടാകുന്നു. 2% DA കൊടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റ് തീരുമാനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, മെഡിസെപ്പ് പുനരാലോചിക്കുന്നു. അതിൻ്റെ നിയമവശം നോക്കി അത് ഈ ഇൻഷുറൻസ് കമ്പനികളുമായി ചർച്ച ചെയ്ത് അതിൻ്റെ നിയമവശം നോക്കി അതിൽ ഒരു തീരുമാനം ഉണ്ടാകും. അതുപോലെ അഷ്വേർഡ് പെൻഷൻ എന്നുള്ള സ്കീം ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. പങ്കാളിത്ത പെൻഷൻ തന്നെ വീണ്ടും റിവൈവ് ചെയ്യും, പക്ഷേ വിത്ത് മോഡിഫിക്കേഷനാണ്. അതായത് 10% ഇപ്പോൾ സർക്കാരിൻ്റെ ഇതെങ്കിൽ അത് 14% ആക്കണം എന്നതായിരുന്നു സർവീസ് സംഘടനകളുടെ ഒരു ഡിമാൻഡ്. അത് പക്ഷേ ചിലപ്പോൾ 14% ആക്കും. പിന്നെ സർവീസ് ആൻഡ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കുറച്ചുകൂടി കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തകളുണ്ടാവും. ഹൗസിംഗ് ലോൺ എടുക്കാനുള്ള സാധ്യത, ഹൗസിംഗ് ലോൺ വലിയൊരു പ്രശ്നമായിരുന്നു, പക്ഷേ ഹൗസിംഗ് ലോൺ എടുക്കാനുള്ള ഒരു സാധ്യത ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ ഒരു അവസരമുണ്ടാകും. അങ്ങനെ വളരെ വ്യത്യസ്തമായ പെൻഷൻ പ്രായം കൂട്ടുമോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഇപ്പോൾ ഒരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയില്ല. അങ്ങനെ വളരെ വ്യത്യസ്തമായ പല നടപടികളും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ബഡ്ജറ്റ് എന്ന് പറയുന്നത് വലിയൊരു വിസ്മയമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രി തന്നെ ധനകാര്യമന്ത്രിയുമാണ്. ഇതിനു മുമ്പ് KM മാണി സാറിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നപ്പോൾ ധനകാര്യമന്ത്രിയായി ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഉമ്മൻചാണ്ടിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അച്യുതമേനോൻ്റെ കാലത്ത് ധനകാര്യമന്ത്രിയുടെ റോളിൽ അച്യുതമേനോൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അച്യുതമേനോന് ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ശേഷം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി കൂടിയായതിനാൽ അദ്ദേഹം പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തും എന്നാണ് നമ്മൾ കേൾക്കുന്നത്. എന്തായാലും 19 എന്ന് പറയാൻ ഇന്ന് 16ആയി, ചൊവ്വയായി, ബുധൻ, വ്യാഴം, വെള്ളി, 19-ാം തീയതി അസംബ്ലിയിൽ കൃത്യമായ വിസ്മയങ്ങൾ സംഭവിക്കും. ഒരുപാട് ആനുകാലികമായ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പ്രഖ്യാപിക്കുമെന്നാണ് കേൾക്കുന്നത്. സമുദ്രത്തിൻ്റെ മിഷൻ സമുദ്ര പ്രോജക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. മിഷൻ സമുദ്ര എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്, ഒന്ന്, വിഴിഞ്ഞം പോർട്ട് നമുക്കൊരു വലിയ അനുഗ്രഹമായി കണക്കാക്കുന്ന ഗവൺമെൻറ്, അതുപോലെ തന്നെ മറ്റ് പോർട്ടുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു മിഷൻ സമുദ്ര പരിപാടി, ഈ സമുദ്രം വഴിയുള്ള ആ സമുദ്രവും സമുദ്രത്തിൻ്റെ തീരവും അതുപോലെ കപ്പലും പോർട്ടുമൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചില പ്രോജക്റ്റുകൾ, അതുപോലെ തന്നെ ജലാശയങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകാനുള്ള ജലാശയങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആ ജലാശയങ്ങളിലൂടെ ആയിരുന്നു, ബോട്ടുകളിലൂടെയായിരുന്നു എല്ലാ ചരക്ക് ഗതാഗതവും നടത്തിയിരുന്നത്. കുറച്ചൊക്കെ ജനങ്ങൾ സഞ്ചരിച്ചിരുന്നതും ആ ബോട്ടിലൂടെയായിരുന്നു. അത് പുനഃസ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ഗൗരവമായ നിരവധി ഹ്രസ്വകാല ദീർഘകാല പദ്ധതികളാണ് സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു മാസ്മരികത, ഒരു വിസ്മയം പല പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിലൂടെ ബഡ്ജറ്റിലുണ്ടാകും. അതിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകാനാണ് എല്ലാ സാധ്യതയുമുള്ളത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ 2% DA പെട്ടെന്ന് തന്നെ അത് ആളുകൾക്ക് പണമായി തന്നെ കൊടുക്കാനുള്ള സാധ്യതയും കാണുന്നു. നേരത്തെ 8 പ്രാവശ്യത്തത് PF ലയിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, അത് 4 വർഷം കൊണ്ടാണ് ലയിപ്പിക്കുമെന്ന് പറയുന്നത്. 4 വർഷം കഴിഞ്ഞാൽ പിന്നെ 4 വർഷം കഴിഞ്ഞ്, അതായത് 8 വർഷം കഴിഞ്ഞാലേ വിത്ത് എഫക്റ്റിൽ ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ ഗുണമുണ്ടാവൂ, അല്ലെങ്കിൽ അവർ റിട്ടയർ ആവണം. ഇതിപ്പോൾ അങ്ങനെയല്ല, വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് പണമായി തന്നെ അനുവദിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ VD സതീശൻ വളരെ കൃത്യമായി സർക്കാർ ഉദ്യോഗസ്ഥരുടെ
കയ്യടി വാങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പുതിയ ഗവൺമെൻറ്റാണ്. ഇന്നലെ തന്നെ KSRTC ബസ് അതിലെ സൗജന്യ യാത്ര കഴിഞ്ഞ് സെക്രട്ടേറിയറ്റിലാണ് ഇറങ്ങിയത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് വന്നപ്പോൾ വലിയ ആരവത്തോടു കൂടിയാണ് വി ഡി സതീശനെ ലഡു കൊടുത്തുമൊക്കെയാണ് ആളുകൾ വരവേറ്റത്. അപ്പോൾ വലിയൊരു സന്തോഷം, ഒരു ആനന്ദ കേരളത്തിൻ്റെ, നമ്മൾ ആനന്ദ കേരളം എന്നൊക്കെ നേരത്തെ പറഞ്ഞു, അങ്ങനെ ഒരു പുസ്തകം തന്നെ തയ്യാറാക്കിയിരുന്നു ഞാൻ. വി ഡി സതീശനും അന്നത്തെ മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും കൊടുത്തിരുന്നു. ഒരു ഹാപ്പിനെസ് കേരളയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പുതിയ രൂപങ്ങൾ, ചെറിയ ചെറിയ രൂപങ്ങൾ വരുന്നു. വയോജന വകുപ്പ് വരുന്നു, ഇപ്പോൾ ഇത് വരുന്നു. അങ്ങനെ ഓരോന്നായി വരട്ടെ. ജനങ്ങൾക്ക് ക്ഷേമവും സന്തോഷവും ആനന്ദവും നൽകലാണ് ഈ കാലഘട്ടത്തിലെ അജണ്ടകളായി വരേണ്ടത്. ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ റോഡും പാലവും കെട്ടിടങ്ങളുമല്ല മനുഷ്യർക്ക് പ്രധാനത്തിൽ സന്തോഷവും സ്നേഹവും നൽകുന്നതെന്നുള്ള പുതിയ ഒരു കേരളമാണ് വരാനിരിക്കുന്നത്. അതായിരിക്കണം പുതുയുഗ പിറവിയുടെ കാഴ്ചപ്പാട്.